അവൾ ഇന്ന് വേദന കൊണ്ട് നീറിപ്പുകയുകയാണ്. ആ കോൾ കട്ട് ചെയ്യേണ്ടി വന്നു എന്ന് രേണുസുതിയുടെ അവസ്ഥ പറഞ്ഞ് വിതുമ്പിയിരിക്കുകയാണ് ശാരിക. അന്തരിച്ച പ്രിയ നടൻ കൊല്ലം സുധിയുടെ വിയോഗത്തിന് പിന്നാലെ ഭാര്യ രേണുസുതിയെ തേടിയെത്തിയ ക്യാൻസർ എന്ന മഹാവ്യാധിയുടെ വാർത്ത മലയാളികളെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയ ഒന്നാണ്. കഠിനമായ കീമോതെറാപ്പിയിലൂടെ കടന്നുപോകുന്ന രേണുവിന്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ഈ അവസ്ഥയിലും അവരെ വേട്ടയാടുന്ന സൈബർ ക്രിമിനലുകൾക്കെതിരെയും കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തും നടിയുമായ ശാരിക. വളരെ വൈകാരികമായ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ശാരിക പ്രിയ സുഹൃത്തിന്റെ അവസ്ഥ വിവരിച്ചത്. എൻ്റെ രേണുവിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവൾ ഇന്ന് വേദന കണ്ട് കരയുകയാണ്. ചികിത്സയുടെ കഠിനമായ വേദന കൊണ്ട് ഓരോ നിമിഷവും അവൾ നീറിപ്പോവുകയാണ്. അവളുടെ അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ആ വേദനയുടെ ആഴം മനസ്സിലാകൂ. എല്ലാ ദിവസവും ഞാൻ അവളെ വിളിക്കാറുണ്ട്. ഇന്നും അവൾ എന്നെ വിളിച്ചിരുന്നു, വീഡിയോ കോൾ ചെയ്തിരുന്നു. പക്ഷേ അവളുടെ ആ അവസ്ഥയും വേദനയും കണ്ടു നിൽക്കാൻ വയ്യാതെ ഞാൻ ആ കോൾ കട്ട് ചെയ്യുകയായിരുന്നു. അത്രമാത്രം കഠിനമായ വേദനയാണ് ആ കുട്ടി സഹിക്കുന്നത് എന്ന് ശാരിക വിതുമ്പലോടെ പറയുന്നുണ്ട്. 15-ാം വയസ്സിൽ മാറിലുണ്ടായ മുഴ അന്ന് കാര്യമാക്കാതിരുന്നതും പിന്നീട് സുധിയുടെ മരണശേഷം നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ 4-ാം സ്റ്റേജിലാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും രേണു മുൻപ് വ്യക്തമാക്കിയിരുന്നു. കാര്യവും ചികിത്സയ്ക്കുള്ള ഭീമമായ തുകയും ഓർത്ത് തളരാതെ പോരാടുന്ന രേണുവിനെ ഇനിയും ക്രൂരമായ കമന്റുകൾ ഇട്ട് ദ്രോഹിക്കരുതെന്ന് ശാരിക അഭ്യർത്ഥിക്കുന്നു. അവൾ രാജ്യദ്രോഹ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ജീവിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഇനിയും കുറ്റപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയയിലെ ദുഷ്ടജന്മങ്ങൾ ഇനിയെങ്കിലും ആ കുട്ടിയെ വെറുതെ വിടണം എന്നും ശാരിക തുറന്നടിച്ചിട്ടുണ്ട്. കടുത്ത വേദനയിലും തൻ്റെ മകന് വേണ്ടി ജീവിക്കാൻ പോരാടുന്ന രേണുസുധിയുടെ ഈ അവസ്ഥ കണ്ട് പ്രാർത്ഥനകളോടെ ഒപ്പമുണ്ടാകണമെന്നാണ് സോഷ്യൽ മീഡിയയും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.